അചഞ്ചലമായ, ചഞ്ചലിപ്പില്ലാത്ത, ഇളകാത്ത, പതറാത്ത, കുലുങ്ങാത്ത ആശ്രയം. എന്ത് സംഭവിച്ചാലും ഇയാൾ പറയുമായിരുന്നു, ഞാൻ കുലുങ്ങത്തില്ല. കാരണം എന്താണ്? ഞാൻ ചില സാമ്പിളുകൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ചില സംഭവങ്ങളിലൂടെ നമുക്ക് പോകാം. അതിനു മുമ്പ് ദാവീദ് എഴുതിയ മനോഹരമായ ചില സങ്കീർത്തനങ്ങളുണ്ട്. അഭയാർത്ഥിയായി ഒരു ഭിക്ഷക്കാരനെ പോലെ തന്നെ മാറ്റി തീർത്ത ഒരവസ്ഥയിൽ, ആര് കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ മനുഷ്യൻ പാടുന്നൊരു സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. വായിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്, എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങളിത്? അദ്ദേഹം പാടുകയാണ്, കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകം ആളുകൾ എന്നെ എതിർക്കുന്നു, ദൈവം അവൻ്റെ കൂടെ ഇല്ല എന്ന് ഈ നാട്ടിൽ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ രക്ഷാകവചം, എൻ്റെ മഹത്വം, എന്നെ ശിരസുയർത്തി നിർത്തുന്നത് അവിടുന്നാണ്. കർത്താവെ, ഞാൻ അങ്ങേ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു. അചഞ്ചലമായ ദൈവവിശ്വാസം. ഞാൻ പറയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ ഇനി നമ്മൾക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ വിശ്വാസത്യാഗത്തിൻ്റെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നു. അതിനി ഒരു ഭീകര രൂപം പ്രാപിച്ച് അതിൻ്റെ എല്ലാ ഭയാനകതയുടെയും പുറത്തു വരുന്നൊരു കാലത്തെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതധികം വൈകില്ല, അത് സംഭവിക്കും. കാരണം അത് വേറെ ആരും പറഞ്ഞതുകൊണ്ടല്ല, അത് കർത്താവ് ഈശോമിശിഹാ പറഞ്ഞതാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, യാതൊരു സംശയമില്ല. അനേകർ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സഭയിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അനേകർ, നമുക്ക് നടുക്കം തോന്നുന്ന വിധത്തിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, അനേകർ വിശ്വാസത്തെ തള്ളിപ്പറയും. അപ്പം ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ അടിയുറച്ച ദൈവവിശ്വാസം, അചഞ്ചലമായ ദൈവവിശ്വാസം, ലോകത്താര് ചോദ്യം ചെയ്താലും അടിപതറാത്ത ദൈവവിശ്വാസം, ആരെതിരായാലും തോറ്റു പിന്മാറാത്ത അചഞ്ചലമായൊരു ദൈവവിശ്വാസം ഇനി ഈ നാളുകളിൽ വിശ്വാസികൾക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഉച്ചത്തിൽ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു.